റെഡി അല്ലേ കുട്ടാ? യെസ് കിട്ടാ, വി ആർ കുട്ടൻസ് ഇൻ ഫ്രാൻസ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി അപ്പോൾ ന്യൂമ ചൂസ് ചെയ്തല്ലോ. അപ്പോൾ ന്യൂമയിൽ എങ്ങനെ ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യേണ്ടത്, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് വേണ്ടത്, എന്തൊക്കെ സ്റ്റേജസ് ഉണ്ട്, എന്തൊക്കെ സ്റ്റെപ്സ് ഉണ്ട്, എങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യാം, അതിനൊക്കെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും നമ്മൾ ഇന്ന് ചെയ്യാൻ പോണേ. ഓക്കെ, ഞാൻ 2 കോളേജസിലായിരുന്നു അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട്. ഒന്ന് ESCE ബിസിനസ് സ്കൂളും ഒന്ന് ന്യൂമ ബിസിനസ് സ്കൂളും. ഞാൻ സ്കെമ്മ ബിസിനസ് സ്കൂളും ന്യൂമ ബിസിനസ് സ്കൂളും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ വെക്കണം എന്നുണ്ട് ഒരു കോളേജിൽ. ഇപ്പോൾ എബ്രോഡുള്ള ഒരു കോളേജിൽ നമുക്ക് ആപ്ലിക്കേഷൻ വെക്കണം എന്നുണ്ടെങ്കിലും ആദ്യം കുറച്ച് ഡോക്യുമെൻറ്റ്സ് നമ്മൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം അവർക്ക് നമ്മളുടെ ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ അതിന് എലിജിബിൾ ആണോ, അപ്പം നമ്മൾക്ക് നല്ല സ്കോറും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് അവർ കൺഫേം ചെയ്തതിന് ശേഷമേ നമുക്ക് ഇൻ്റർവ്യൂ കോൾ വരുള്ളൂ. അപ്പം എൻ്റെ ഈ ലൈഫ് ജേണി എബ്രോഡ് സ്റ്റഡി ഫുള്ളും എനിക്ക് ഏജൻസി എൻ്റെ കൂടെ ഹെൽപ്പിനുണ്ടായിരുന്നു. ഞാൻ സാന്റമോണിക്കായിരുന്നു ഏജൻസി. ഞാൻ ശിക്ഷ എന്ന് പറഞ്ഞൊരു ഏജൻസി വഴിയാണ് ഞാൻ എൻ്റെ ഫുൾ പ്രോസസ്സും ചെയ്തത്. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഒരു കോളേജിന് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ഡോക്യുമെൻറ്റ്സ് വേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ ആണ് അപ്ഡേറ്റഡ് CV. അപ്പോൾ അപ്ഡേറ്റഡ് CV യൂറോപാസ് എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ കയറി നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആണ്. ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ്. ഇപ്പം ഞാൻ റീസെൻ്റ്ലി പാസ്ഡ് ഔട്ട് ആയതുകൊണ്ട് എനിക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ആയിരുന്നു ഞാൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തത്. പിന്നെ നമ്മുടെ മാർക്ക് ഷീറ്റ് വേണം, ഓൾ സെമസ്റ്ററിൻ്റെ മാർക്ക് ഷീറ്റ്. ഇതെല്ലാം നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് മേടിക്കുന്നത്. അപ്പം ഓൾ സെമസ്റ്റർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടു 6 സെമസ്റ്റർ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വേണം. പിന്നെ നമ്മൾ എന്തെങ്കിലും റീവാലുവേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യണം. പിന്നെ തേർഡ് വൺ എന്ന് വെച്ചാൽ ട്രാൻസ്ക്രിപ്റ്റ്. ഈ ട്രാൻസ്ക്രിപ്റ്റ് എന്നൊന്നും ഞാൻ ആദ്യം എബ്രോഡ് വരുന്ന സമയത്ത് എനിക്ക് അറിയത്തോലും ഇല്ലായിരുന്നു ഇത് എവിടെ നിന്ന് എടുക്കണ്ടേ. അപ്പം ഏജൻസിയാണ് എനിക്ക് പറഞ്ഞു തന്നത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് നമ്മൾ ട്രാൻസ്ക്രിപ്റ്റ് അപ്ലൈ ചെയ്യുക. അത് പിന്നെ പോസ്റ്റ് വഴി നമുക്ക് വീട്ടിൽ കിട്ടും. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് LOR ആണ്, ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ. ഇത് ഒന്നുമില്ല, നമുക്ക് LOR ഉണ്ട്, MOI ഉണ്ട്. MOI നമുക്കിപ്പോൾ ആവശ്യമില്ല. ക്യാമ്പസ് ഫ്രാൻസ് പിന്നെ വിസ ആപ്ലിക്കേഷൻ അത് കൊടുക്കുന്ന ടൈമിലാണ് നമുക്ക് MOI വേണ്ടത്. അതിൻ്റെ വീഡിയോ വേറെ ചെയ്യാം. അപ്പോൾ LOR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച കോളേജിലോ അല്ലെങ്കിൽ നമ്മൾ പഠിച്ച സ്കൂളിൽ +1 +2 ടൈമിൽ എനിക്ക് ഒരു LORും 2 MOIയും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ പഠിച്ച അവിടെ പോയി പറഞ്ഞാൽ മതി നമുക്ക് എബ്രോഡ് പോകാൻ വേണ്ടിയിട്ടാണ്, എനിക്ക് LOR വേണം, ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ ആവശ്യമാണ്. അപ്പോൾ അവർ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് തരും. ആൻഡ് പിന്നെ നമുക്ക് വർക്ക് എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് വേണം. പിന്നെ എന്തായിരുന്നു, ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ വേണം. പിന്നെ എന്തെങ്കിലും അതർ ഡോക്യുമെൻറ്റ്സ്, അതായത് ഇപ്പോൾ ഓൺലൈനായിട്ട് ചെയ്തതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻറ്റേൺഷിപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡോക്യുമെൻറ്റ്സ് ആഡ് ചെയ്യുക. നമ്മൾ മാക്സിമം നമ്മൾ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസും കോഴ്സസ് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ നമ്മളുടെ പ്രൊഫൈലിന് വെയിറ്റേജ് ഉണ്ട്. നമ്മൾ ഹൈ പ്രൊഫൈലാണെന്ന് മനസ്സിലാവും. നമുക്ക് ഇൻ്റർവ്യൂ കോൾ പെട്ടെന്ന് വരും, നമുക്ക് അഡ്മിഷൻ വളരെ സിമ്പിളായിട്ട് കിട്ടും. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ തിങ് എന്ന് പറഞ്ഞാൽ SOP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗീവ് ഇൻഫർമേഷൻ അബൌട്ട് യുവർ മോട്ടിവേഷൻ വൈ യു കമ്മിങ് ടു നിയോമ ഓർ സ്കീമ കെഡ്ജ്. ഇപ്പം അതിനെ പറ്റിയിട്ടാണ് SOPയിൽ പറയേണ്ടത്. അതൊക്കെ ഇപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ വരുമ്പോൾ ഒരു ഏജൻസി ഹെൽപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബെറ്ററാണ്. അല്ലാണ്ട് എല്ലാം നന്നായിട്ട് അറിയാം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ സെൽഫായിട്ട് ചെയ്യുന്നതും നല്ലതാണ്. പക്ഷേ ഏജൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്നിച്ചിരി സേഫാണ്, സെക്യൂറാണ്. അവർ നമ്മളുടെ കാര്യം നല്ല, എൻ്റെ സാന്റമോണിക്കായിരുന്നപ്പം അവർ എൻ്റെ എല്ലാ കാര്യങ്ങളും ബെറ്റർ ആൻഡ് നല്ല പെർഫെക്റ്റ് ആയിട്ടായിരുന്നു ചെയ്തിരുന്നത്. എന്തെങ്കിലും ഇറർ ഉണ്ടെങ്കിൽ എനിക്കത് ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്ന് അവർ നന്നായിട്ട് എനിക്ക് ചെയ്യിപ്പിച്ചു. അതിൻ്റെ കാര്യത്തിൽ ഞാൻ വളരെ ഒരു ഹാപ്പിയാണ്. സോ ഇത്രയാണ് ബേസിക് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് ഫോർ അപ്ലൈയിങ് കോളേജസ്. ആൻഡ് സോ മാക്സിമം ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഇറർ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ എനിക്ക് കുറച്ച് കഴിഞ്ഞ് ഞാൻ റീസെൻ്റ്ലി പാസ്ഡ് ഔട്ട് ആയതുകൊണ്ട് എനിക്ക് ഡിഗ്രി മെയിൻ സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഇത്തിരി ലാഗ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് വിസ പ്രോസസ്സിംഗ് തുടങ്ങിയപ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റി പോയി. പക്ഷെ അവർ പറഞ്ഞത് ഹെൽപ്പ് ഡെസ്കിൽ തിരക്കിയപ്പോൾ വന്ന് അപ്ഡേറ്റ് അറിയാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ട്രിവാൻഡ്രം യൂണിവേഴ്സിറ്റി ആയിരുന്നു എൻ്റെ യൂണിവേഴ്സിറ്റി.
എൻ്റെ വീട് കൊല്ലത്തായിരുന്നു. അപ്പോൾ ഇത്തിരി ലോങ് ആയതുകൊണ്ട് ഞാൻ അവരെ വിളിച്ചു. അപ്പം അവിടുത്തെ ഹെൽപ്പ് ഡെസ്ക് സംസാരിച്ചു. എനിക്ക് അബ്രോഡ് പോകണം, അർജൻ്റ് ആണ് എന്ന് പറഞ്ഞപ്പോൾ അവരെനിക്ക് വിത്തിൻ 1 വീക്കിൽ എനിക്ക് എല്ലാം അറേഞ്ച് ചെയ്ത് എനിക്ക് പോസ്റ്റ് വഴി എനിക്ക് വീട്ടിൽ വന്നു. സോ എല്ലാ ഡോക്യുമെൻറ്റ്സും മാക്സിമം നേരത്തെ തന്നെ കളക്ട് ചെയ്ത് വയ്ക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നേരത്തെ കളക്ട് ചെയ്ത് എല്ലാം സെറ്റാക്കി ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യുക. സെൻഡ് ചെയ്തതിന് ശേഷം ന്യോമ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ആക്സസ് ചെയ്യും. നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ തറവായിട്ട് അവർ നല്ലോണം ചെക്ക് ചെയ്യും, എല്ലാം കറക്റ്റ് ആണോ. ഇപ്പോൾ ഏതെങ്കിലും ഡോക്യുമെൻറ്റ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മോസ്റ്റ്ലി അവർ ഒരു മെയിൽ അയക്കും, ലൈക്ക് ഇന്ന ഡോക്യുമെൻറ്റ്സ് പ്രോപ്പർ അല്ല, റീസെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞ് മെയിൽ അയക്കും. അങ്ങനെയൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മളെല്ലാം സെറ്റാണെങ്കിൽ അവരൊരു മെയിൽ അയക്കും, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്മൾ അക്സെപ്റ്റ് ചെയ്തു, അമേസിങ് ആപ്ലിക്കേഷനാണ്, ഇൻ്റർവ്യൂ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അവരൊരു മെയിൽ അയക്കും. ആ മെയിലിൽ മിക്കവാറും അവർ ഇന്ന ഡേറ്റിൽ ഇൻ്റർവ്യൂ ഓക്കെ ആണോ, സെറ്റ് ചെയ്യാൻ ഓക്കെ ആണോ എന്നായിരിക്കും മെയിൽ അയക്കുന്നത്. അതിന് റിപ്ലൈ മെയിലായിട്ട് നിങ്ങൾ യെസ് ഇന്ന ഡേറ്റിന് അവൈലബിൾ ആണ്, അങ്ങനെ നിങ്ങൾ അവൈലബിൾ അല്ലെങ്കിൽ ഇന്ന ഡേറ്റിന് അവൈലബിൾ അല്ല, ഈ ഡേറ്റിന് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് അവർക്കൊരു റിപ്ലൈ മെയിൽ സെൻഡ് ചെയ്യാം. അങ്ങനെ നിങ്ങൾ മെയിൽ കൺഫർമേഷൻ സെൻഡ് ചെയ്തതിന് ശേഷം അവർ വീണ്ടും മെയിലായിരിക്കും, ഓക്കെ ഇന്ന മെയിലിൽ ഇന്ന ദിവസം ഇന്ന സമയത്ത് ഇന്ന ചാനലിലൂടെ നമുക്ക് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യാമെന്ന് പറഞ്ഞ് അവരൊരു ഫൈനൽ കൺഫർമേഷൻ മെയിൽ സെൻഡ് ചെയ്യുക. അങ്ങനെ മെയിൽ സെൻഡ് ചെയ്തതിന് ശേഷം ആ ദിവസത്തിന് ഐ തിങ്ക് 1 more day ബിഫോറും അവർ വീണ്ടും ഒരു മെയിൽ അയക്കും, ഒരു നമ്മൾ കൺഫർമേഷൻ മെയിൽ അയക്കും. അങ്ങനെ ഇൻ്റർവ്യൂവിന് ആക്ച്വലി നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് നമ്മളെപ്പോഴും ആരായിരിക്കും നമ്മൾ ഇൻ്റർവ്യൂ എടുക്കുന്നത്, എങ്ങനെയായിരിക്കും ഇൻ്റർവ്യൂ എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ ചെറിയൊരു പേടി വരും. പക്ഷേ എൻ്റെ ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ വളരെ സ്മൂത്തായിരുന്നു. എന്നെ ഇൻ്റർവ്യൂ എടുക്കാൻ വന്ന ഒരു പ്രൊഫസറായിരുന്നു, ലേഡി പ്രൊഫസറായിരുന്നു. പുള്ളിക്കാരിയും നല്ല ചില്ലായിരുന്നു, നല്ല കാമായിരുന്നു, നല്ലോണം സംസാരിക്കായിരുന്നു. നമ്മളെ കൺട്രി ഇന്ത്യനെ കുറിച്ചും നമ്മളെ കൾച്ചർ ഇവിടെ എങ്ങനെയാണ്, നമ്മൾക്ക് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമോ, നിങ്ങൾ വേറെ ഏതെങ്കിലും സ്ഥലത്ത് തന്നെ ജീവിച്ചിട്ടുണ്ടോ, ഒറ്റയ്ക്ക് നിങ്ങൾക്ക് ജീവിക്കാൻ നിങ്ങൾ കേപ്പബിൾ ആണോ, ഫൈനാൻസ് ഒക്കെ ഓക്കെ ആണോ, ഇങ്ങനെയൊക്കെ ഒരുപാട് നമ്മളടുത്ത് ചോദിക്കും. പിന്നെ കുറച്ച് ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് എവിടെ ചോദിക്കും. ലൈക്ക് ഇപ്പം ഞാൻ ഫൈനാൻസ് എടുത്തുകൊണ്ട് ഫൈനാൻസിൽ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ്സ് എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു. അല്ലെങ്കിൽ ഇപ്പം എനിക്ക് വർക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നിങ്ങൾ വർക്കിൽ എന്താണ് ചെയ്തത്, അത് ഇപ്പം നിങ്ങൾ പഠിക്കുന്നതിനും നിങ്ങൾ വർക്കിനും എങ്ങനത്തെ ഒരു റിലേഷൻ ഉണ്ടോ, നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയിരിക്കോ എന്നൊക്കെ ചോദിച്ചു. നല്ല ചില്ലായിരുന്നു, നല്ല കാമായിരുന്നു. നിങ്ങളും അതേ കോൺഫിഡൻസോടെ നല്ല കാമായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. ബിക്കോസ് അവർ ഒരിക്കലും നിങ്ങളെ സെലക്ട് ചെയ്യാൻ പാടില്ല എന്നുള്ള മൈൻഡിലല്ല അവർ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. നിങ്ങളൊരു നല്ല കാൻഡിഡേറ്റ് ആണോ, നിങ്ങൾ ആ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ സ്യൂട്ടഡ് ആണോ എന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻ്റർവ്യൂ ആണ്. അങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾ ഇൻ്റർവ്യൂസ് എൻഡ് ചെയ്യും. ഇൻ്റർവ്യൂവിന് ശേഷം ഐ തിങ്ക് ഒരു 2 weeks ടൈം എടുക്കും നിങ്ങൾക്ക് നിങ്ങൾ ഇൻ്റർവ്യൂ പാസ്സായോ, നിങ്ങൾ ഇൻ്റർവ്യൂ എങ്ങനെ പെർഫോം ചെയ്തതെന്ന് ഫൈനൽ മെയിൽ വരാൻ ഒരു 2 weeks വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരും. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയെന്ന് പറഞ്ഞൊരു മെയിൽ വരും. അത് ഒരു കൺഗ്രാജുലേഷൻ മെയിൽ വരും. അതിനുശേഷം നമുക്കൊരു 1,500 euro ആപ്ലിക്കേഷൻ ഫീ, ഒരു ഡെപ്പോസിറ്റ് എന്നൊരു ഇതിൽ നമ്മൾ പേ ചെയ്യണം. ആദ്യം നമുക്കൊരു കണ്ടീഷണൽ ഓഫർ ലെറ്റർ ആയിരിക്കും കിട്ടുന്നത്. നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് അതിൻ്റെ റെസിപ്റ്റ് ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒഫീഷ്യൽ ഓഫർ ലെറ്റർ കിട്ടും. പിന്നെ ഒന്നും പേടിക്കേണ്ട, നമുക്ക് അഡ്മിഷൻ കിട്ടി. പിന്നെ ബാക്കി ട്യൂഷൻ ഫീസും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ ഇൻ്റർവ്യൂ അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ നിങ്ങളുടെ പെർഫോമൻസ് നല്ലതായിരുന്നു, നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് നിങ്ങളുടെ റെസ്യൂമേ നോക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നോക്കുമ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടെങ്കിൽ അവർ നിങ്ങൾക്ക് കണ്ടീഷണൽ ഓഫർ ലെറ്റർ തരുന്നതിൻ്റെ കൂടെ നിങ്ങൾ ഒരു എക്സലൻസ് സ്കോളർഷിപ്പ് ഫ്രം ന്യോമയിൽ എലിജിബിൾ ആണ് എന്ന് പറഞ്ഞൊരു മെയിൽ കൂടെ വരും. അങ്ങനെ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അതിനും കൊണ്ട് ബാക്കി പ്രോസസ്സിലേക്ക് നിങ്ങൾ വീണ്ടും ആ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യണം. വീണ്ടും നിങ്ങളുടെ ലെറ്റർ ഓഫ് മോട്ടിവേഷനും LOR ഒക്കെ സെൻഡ് ചെയ്ത് നിങ്ങൾക്ക് എക്സ്ട്രാ വേറെ ഏതെങ്കിലും സർട്ടിഫിക്കറ്റ്സ് മറ്റേ ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ വയ്ക്കാത്ത എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾക്ക് വെക്കണമെങ്കിൽ അങ്ങനത്തെ കുറച്ച് സർട്ടിഫിക്കറ്റ്സും കൂടെ അറ്റാച്ച് ചെയ്തുകൊണ്ട് വീണ്ടും നിങ്ങൾക്ക് ആ എക്സലൻസ് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്നത് നിങ്ങളുടെ അത് ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെട്ടതിൽ അവർക്ക് ഇഷ്ടമുള്ള പോലത്തെ ഒരു എമൗണ്ട് നിങ്ങൾക്ക് സ്കോളർഷിപ്പായി തരും. മേ ബി അതൊരു 1,000 euros ആയിരിക്കും, 1,500 to 2,000 അങ്ങനത്തെ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് തരും. സ്കോളർഷിപ്പ് നിങ്ങൾക്ക് ക്രെഡിറ്റ് ആവത്തില്ല, നിങ്ങളുടെ എൻറ്റയർ ടേം ഫീസിൽ നിന്ന് അവർ ഡിഡക്റ്റ് ചെയ്യും. സോ ദാറ്റ് അത് കുറച്ചിട്ടുള്ള എമൗണ്ട് മാത്രം നിങ്ങൾ പേ ചെയ്താൽ മതി. സോ അതിനുശേഷമാണ് നമുക്ക് ഫസ്റ്റ് ഇയർ ട്യൂഷൻ ഫീസ് അടയ്ക്കേണ്ട ഡേറ്റും നമുക്ക് അവർ മെയിൽ അയക്കും. നമ്മളുടെ ടോട്ടൽ ട്യൂഷൻ ഫീസും കാര്യങ്ങളെല്ലാം നമുക്ക് മെയിൽ അയക്കും. അപ്പം ഫസ്റ്റ് ഇയർ ട്യൂഷൻ ഫീസ് എത്രയാണ്, അപ്പം അത് അടയ്ക്കേണ്ടത് എങ്ങനെയാണ്. പിന്നെ ഞാൻ എഡ്യൂക്കേഷൻ ലോണായിരുന്നു
ഞാൻ സെൽഫ് ഫണ്ടിങ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇത് കുറച്ചൊരു ലെങ്തി വീഡിയോ ആയിട്ട് ചെയ്യേണ്ടതാണ്, കാരണം കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പം ഞാൻ എഡ്യൂക്കേഷൻ ലോണിൽ കുറേ അധികം പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം അവൾക്കും അതേപോലെ ഒരു ലെങ്തി പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം അത് ഞങ്ങൾ വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. സോ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഇൻഫോർമേറ്റീവ് ആണെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബൈ.